അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ സഹോദരങ്ങൾക്കും സുഖമല്ലേ? ഇത് കേൾക്കുന്ന കാണുന്ന എല്ലാ സഹോദരങ്ങളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യും. പടച്ച റബ്ബ് ഈ മാസത്തിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് നമ്മളെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ. അതുപോലെ എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി തരട്ടെ. പടച്ച റബ്ബ് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സഹോദരങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവരും നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തും. സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരും ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കല്ലേ. കേൾക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ചെയ്യുന്നത് പതിവാണോ? ആ മനുഷ്യൻ പറയുന്നു, ഇല്ല തങ്ങളെ, എന്റെ വീട്ടിന്റെ അകത്ത് നിരന്തരമായിട്ടിരുന്നിട്ട് എന്റെ ഉമ്മച്ചിക്ക് വേണ്ടി, എന്റെ ഉപ്പച്ചിക്ക് വേണ്ടി ദുആ ചെയ്ത കാലം ഞാൻ മറന്നുപോയി തങ്ങളെ. അവര് മരണപ്പെട്ടു പോയി കുറച്ചു നാള്. എന്റെ വീട്ടിന്റെ അകത്ത് ഞാനത് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പൊ ഓർമ്മകൾ പോലും മാഞ്ഞു പോയല്ലോ. എന്റെ ഉമ്മയുടെ, എന്റെ വാപ്പയുടെ ഓർമ്മകൾ പോലും എന്റെ മനസ്സിന്റെ ഓരത്തിരുന്ന് മാഞ്ഞു പോയല്ലോ തങ്ങളെ. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി എങ്ങനെ ദുആ ചെയ്യലില്ല എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കിടക്കടാ പുറത്ത്. പിന്നെ എങ്ങനെയാണ് നിന്റെ സങ്കടങ്ങൾ മാറുക? പിന്നെ എങ്ങനെയാണ് നിന്റെ നൊമ്പരങ്ങൾ മാറുക? പിന്നെ എങ്ങനെയാണ് നിന്റെ ആപത്തുകൾ മാറുക? പിന്നെ എങ്ങനെയാണ് നിന്റെ അപകടങ്ങൾ മാറുക? പിന്നെ എവിടുന്നാണ് നിന്റെ ദുഃഖങ്ങൾ മാറുക? പിന്നെ എങ്ങനെയാണ് നിന്റെ ദുരന്തങ്ങൾ നീങ്ങുക? പൊന്നുമോനെ, ഇന്നു മുതൽ ആദ്യം നിന്റെ വീട്ടിന്റെ അകത്ത് നിന്റെ പൊന്നാര ഉമ്മച്ചിക്ക് വേണ്ടി ദുആ ചെയ്ത് തുടങ്ങുക. നിന്റെ വാപ്പച്ചിക്ക് വേണ്ടി ദുആ ചെയ്ത് തുടങ്ങുക. അത് കഴിഞ്ഞിട്ടും പ്രയാസം വരികയാണെങ്കിൽ എന്റെ മുമ്പിലേക്ക് വരിക. എന്റെ കണ്ണൂർ ജില്ലയിലെ ഇരിനാവിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കടങ്ങൾ പറഞ്ഞ് പടച്ചവനോട് കരയുമ്പോ, മാറാത്ത രോഗങ്ങൾ പറഞ്ഞ് അല്ലാഹുവിനോട് പൊട്ടിക്കരയുമ്പോ, കിട്ടാക്കനിയായി കിടക്കുന്ന മക്കളുടെ വിഷയം ഓർത്തുകൊണ്ട് സങ്കടപ്പെടുമ്പോ, ജീവിതത്തിൽ അല്ലാഹു തന്ന നൊമ്പരങ്ങളും പ്രതിസന്ധികളും ഒരു പർവ്വതം പോലെ മുമ്പിൽ ഇങ്ങനെ നിരന്നു നിൽക്കുമ്പോ, താങ്ങാനാകാതെ പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ടവരെ, ആ പ്രതിസന്ധികൾക്ക് പരിഹാരമായി ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചിട്ട് പോയത്, വേദനയോടെ വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ പ്രസവിച്ച ഉമ്മയില്ലേ, എന്ന് വിളിച്ചുകൊണ്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ അകത്തുനിന്ന് നീ പുറത്തേക്ക് വരുമ്പോ 200 എല്ലുകൾ ഒരുമിച്ച് പൊടിയുന്ന വേദനയോടെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇരുനാവിലെ കസേരയിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, നീ കിടന്ന ഗർഭാശയത്തിന്റെ വിടമാ 9 മാസത്തോളം സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്ന